സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാ, പ്രെഡിക്കേറ്റ് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഷീ സിങ്സ് എ സോങ്. ഷീ സിങ്സ് എ സോങ്, അവൾ ഒരു പാട്ട് പാടുന്നു. അതിലെ സബ്ജക്റ്റ് ഏതാ? അതിൽ ആരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? എബൌട്ട് ഹൂം വി ആർ സ്പീക്കിംഗ്? അവളെക്കുറിച്ച്. ഷീ അല്ലേ? ഇനി ദേ ആർ ഓർഗനൈസിങ് ആൻ എക്സ്കർഷൻ ടു മൈസൂർ. അവർ മൈസൂരിലേക്കൊരു എക്സ്കർഷൻ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാരെക്കുറിച്ചാണ് പറയുന്നത്? അവരെക്കുറിച്ച്. സമ്മൺ ഹാസ് സ്റ്റോളൻ മൈ പോക്കറ്റ്. ആരോ എൻ്റെ പോക്കറ്റ് അടിച്ചു. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരോ ഒരാൾ. ഹു ഹാസ് സ്റ്റോളൻ മൈ പോക്കറ്റ്? സമ്മൺ. ഇതെല്ലാം സെൻറ്റൻസ് ആണെന്ന് അറിയാമല്ലോ. സെൻറ്റൻസ്, വാട്ട് ഈസ് എ സെൻറ്റൻസ്? സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. എല്ലാത്തിനും കംപ്ലീറ്റ് സെൻസ് ഉണ്ടല്ലോ, ആശയം ഉണ്ടല്ലോ, എല്ലാത്തിനും മീനിങ് ഉണ്ടല്ലോ. ഇനി ഈ സെൻറ്റൻസിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സെൻറ്റൻസിന് 2 പാർട്സ് ഉണ്ട്. ഒന്ന് നെയിമിങ് പാർട്സ് അല്ലേ? ഏതാണ്? ഫസ്റ്റ് വൺ മനസ്സിലായോ? എൻ്റെ ഇതാണ് നെയിമിങ് പാർട്ട്. മറ്റേത് ടെല്ലിങ് പാർട്ട്. ഈ നെയിമിങ് പാർട്ടിന് നമ്മൾ വിളിക്കുന്ന പേര് നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. നെയിമിങ് പാർട്ട് ഓഫ് എ സെൻറ്റൻസിന് എന്താ വിളിക്കുന്നത്? സബ്ജക്റ്റ് അല്ലെങ്കിൽ ആഖ്യ. എന്താ വിളിക്കുന്നത്? സബ്ജക്റ്റ് അല്ലെങ്കിൽ ആഖ്യ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാ? ഷീ. സെക്കൻഡ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാ? ദേ. തേർഡ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാ? സമ്മൺ. അത്രയും മനസ്സിലായല്ലോ. ഇനി ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അത് പ്രെഡിക്കേറ്റാണ്. മനസ്സിലായോ? സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആഖ്യാതം എന്ന് പറയും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആഖ്യയും, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആഖ്യാതം. മനസ്സിലായോ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നെയിമിംഗ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ടെല്ലിംഗ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതെന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. സബ്ജക്റ്റിലാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസിലായിരിക്കും. സബ്ജക്റ്റിൽ ഒരു സെൻറ്റൻസ് തുടങ്ങുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ആക്റ്റീവ് വോയിസിലായിരിക്കും. അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സബ്ജക്റ്റാണ്. ദേ സബ്ജക്റ്റാണ്, സമ്മൺ സബ്ജക്റ്റാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സബ്ജക്റ്റിന് ശേഷം ആ സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ക്രിയകൾക്ക്, ആ വേർഡ്സിന് നമ്മൾ ക്രിയ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നു. അപ്പോൾ സബ്ജക്റ്റിന് ശേഷം സാധാരണ സെൻറ്റൻസ്, അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ചേർക്കുന്ന എന്താണ്? വെർബാണ്. മനസ്സിലാക്കിക്കണം. എന്താ ചേർക്കുന്നത്? വെർബ്. അങ്ങനെയാണെങ്കിൽ ഷീ സിങ്സ് അല്ലെ, വെർബ് ഏതാ? സിങ്സ്. They are organizing, verb ഏതാ? Organizing. What are they doing? They are organizing. ഇതാണ് വെർബ്. Someone has stolen my pocket. അതിലെ വെർബ് ഏതാണ്? Has stolen എന്ന് പറയുന്നതാണ് വെർബ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. Are organizing വെർബ്, സിങ്സ് വെർബ് അല്ലേ? പ്രവൃത്തിയാണ് വെർബുകൾ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ഇനിയും ആ പ്രവൃത്തിയാണ് വെർബ് എന്ന് പറഞ്ഞു. ആ വെർബിന് ഫലം അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പറയുന്ന പേരാണ് കർമ്മം അല്ലെങ്കിൽ ഓബ്ജക്റ്റ്. എന്താ പറയുന്നത്? കർമ്മം അല്ലെങ്കിൽ ഓബ്ജക്റ്റ് എന്ന് പറയും. എന്താ പറയുന്നത്? കർമ്മം അല്ലെങ്കിൽ ഓബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ someone has stolen my pocket. ഇതിലെ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആരാണ്? someone എന്നുള്ളത്. സബ്ജക്റ്റ് ആരാണ്? someone. ഇതിലെ വെർബ് ഏതാണ്? ഹാസ് സ്റ്റോളൻ. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയ. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. ഇതിലെ കർമ്മം ഏതാണ്? മൈ പോക്കറ്റ്. കർമ്മത്തിന് എന്താ പറയുന്നത്? ഓബ്ജക്റ്റ്. ഒരു സെൻറ്റൻസിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? സബ്ജക്റ്റ്, പിന്നെ വെർബ്, ഓബ്ജക്റ്റ്. സെൻറ്റൻസിൻ്റെ ഓർഡർ എന്താണ്? സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. സാധാരണ സെൻറ്റൻസ്, അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അങ്ങനെയുള്ള സെൻറ്റൻസിൻ്റെ ഓർഡർ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇത്ര മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചത്? വേറെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സെൻറ്റൻസ് തരികയാണെങ്കിൽ സാധാരണ സെൻറ്റൻസ് പ്രയാസമില്ലാതെ നമുക്ക് ഓബ്ജക്റ്റ് ചെയ്യും. ഒരു സെൻറ്റൻസിലെ ഓബ്ജക്റ്റ് നിങ്ങൾക്ക് പാസീവ് വോയിസ് ചെയ്യേണ്ടി വന്നാൽ കണ്ടുപിടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? ആ വെർബിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കണം.
വെർബിന് 2 തല്ല് കൊടുത്തിട്ട് 2 ചോദ്യം കൂടി ചോദിക്കണം. എന്തോ ചോദ്യം ചോദിക്കണ്ടേ? വെർബിനോട് എന്തുവാ ചോദിക്കണ്ടേ? 2 വേർഡ്സ് ചോദിക്കണം. എന്തൊക്കെയാണ്? ഒന്ന് വാട്ട് അല്ലെങ്കിൽ who, ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിക്കും. മനസ്സിലായോ? ഷീ സിങ്സ് വാട്ട്? A song. So which is the object there? A song. They are organizing. What are they organizing? An excursion. An excursion. Here, which is the object there? An excursion. It's like someone has stolen my pocket. What has someone stolen? My pocket. My pocket. Object ഏതാ? My pocket. ഓരോ സെന്റൻസിലെ ഒബ്ജക്റ്റ് മനസ്സിലായാലും എങ്ങനെ? ഷീ സിങ്സ് വാട്ട്? എ സോങ്. സോങ് ആണ് ഒബ്ജക്റ്റ്. ദേ ആർ ഓർഗനൈസിങ് വാട്ട്? an excursion to Mysore. An excursion. Someone has stolen my pocket. Object ഏതാ? My pocket. My pocket. My pocket. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സെന്റൻസ് contains here subject, then predicate. Predicate contains a verb. Subject contains a noun or a pronoun. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. Subject includes a noun or a pronoun. Predicate includes a verb. എങ്ങനെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നത്? പ്രെഡിക്കേറ്റിലുള്ള വെർബിനോട് നമ്മൾ എന്ത് ചോദിക്കുന്നു? വാട്ട് അല്ലെങ്കിൽ ഹും എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസറാണ് എന്ത്? ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓബ്ജക്റ്റ് ഉള്ള വെർബിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓബ്ജക്റ്റ് ഉള്ള വെർബിന് നമ്മൾ പേര് പറയും ട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കുന്നു. ഓബ്ജക്റ്റ് ഉള്ള വെർബിന് എന്താ പറയുന്നത്? ട്രാൻസിറ്റീവ് വെർബ്. മനസ്സിലായി? അത് പിന്നെ നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. ട്രാൻസിറ്റീവ് വെർബ് ഏതാണ്, ഇൻട്രാൻസിറ്റീവ് വെർബ് ഏതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഷീ സബ്ജക്റ്റ്, സിങ്സ് വെർബ്, എ സോങ് ഓബ്ജക്റ്റ്. ദേ സബ്ജക്റ്റ്, ആർ ഓർഗനൈസിങ് വെർബ്, ആൻ എക്സ്കർഷൻ ഓബ്ജക്റ്റ്. സമ്മൺ സബ്ജക്റ്റ്, ഹാസ് സ്റ്റോളൻ വെർബ്, മൈ പോക്കറ്റ് ഓബ്ജക്റ്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി അടുത്തതിലോട്ട് പോവാം. മനസ്സിലായല്ലോ?